ഇവിടെ വ്യക്തമായി വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ മുൻ ജില്ലാ പ്രസിഡന്റ് എൻ്റെ സുഹൃത്ത് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ എല്ലാം തടസ്സമായി നിൽക്കുന്നത് മോൻസ് ജോസഫ് MLA എന്നാണ് പറയുന്നത്. അത് തികച്ചും സത്യവിരുദ്ധമായ പ്രസ്താവനയാണെന്ന് പറയാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. കാരണം കേരള കോൺഗ്രസ് മാണി സാറിൻ്റെ മരണശേഷം, അതിവിടെ സജി സൂചിപ്പിക്കുകയുണ്ടായി, അന്ന് കേരള യൂത്ത് ഫണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പനെ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് കാര്യത്തിലേക്ക് നേരിട്ട് വരൂ. എന്തുകൊണ്ട് ശരിയല്ല? കഴിഞ്ഞ ദിവസം ജനറൽ കൺവീനർ ആക്കുന്നതിൽ, പത്രിക നൽകുമ്പോൾ ഒപ്പം കൂട്ടാത്തതിൽ, ആ 5 പേരിൽ ഒരാളെ നിശ്ചയിക്കുന്നതിൽ മോൻസ് കളിച്ച കളികൾ, ഇതൊക്കെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞതാണ് സജി മഞ്ഞക്കടമ്പൻ. സജി പറഞ്ഞ ഭാഗത്തിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട്, 1 മിനിറ്റ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് പറയാനായിട്ട് ഒരു അവസരം തരണം. അങ്ങനെ CF സാറ് നിർദ്ദേശിച്ചത് മറ്റൊരാളുടെ പേരാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അന്ന് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പാലായിൽ നിന്നും, കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും മാണി സാറിന്റെ മരണശേഷം അവിടെ നിന്നുമുള്ള ഒരാള് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആകണം എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത് മോൻസ് ജോസഫ് MLA. അങ്ങനെ മോൻസ് ജോസഫ് MLA പേര് നിർദ്ദേശിച്ചപ്പോൾ CF സാർ ഉൾപ്പെടെ, PJ ജോസഫ് സാർ ഉൾപ്പെടെ, ജോയി എബ്രഹാം സാർ ഉൾപ്പെടെ എല്ലാവരും ആ പേരിനെ അംഗീകരിച്ചുകൊണ്ട് ശ്രീ മഞ്ഞക്കടമ്പനെ ജില്ലാ പ്രസിഡന്റ് ആക്കിയ ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മഞ്ഞക്കടമ്പനെ തോളോട് തോൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ മോൻസ് ജോസഫും ജോയി എബ്രഹാമും EJ അഗസ്തി സാർ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കന്മാർ മഞ്ഞക്കടമ്പനെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പാർട്ടിയെ പ്രശ്നം പറയാം. ഞാൻ മനസ്സിലാക്കുന്നത്, മിനിഞ്ഞാന്ന് രാവിലെ പാർട്ടിയുടെ ഒരു കമ്മിറ്റി ഉണ്ട്, ഈ UDFന്റെ ഒരു കമ്മിറ്റി, അതായത് ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് എന്നുള്ള വിവരം മഞ്ഞക്കടമ്പനെ വിളിച്ചറിയിക്കുകയും രാവിലെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപായി നമ്മുടെ സജി ഉൾപ്പെടെ പ്രധാനപ്പെട്ട UDFന്റെ നേതാക്കന്മാരെല്ലാം കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഒത്തുകൂടുകയും അവിടെ വെച്ച് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ആരൊക്കെ പോകണം, അപ്പോൾ 5 പേർക്ക് പോകാം, സ്ഥാനാർത്ഥിയെ കൂടാതെ 5 പേർ എന്നുള്ള ഒരു ധാരണയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 2023 മുതലുള്ള പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കണ്ടുവന്നിരിക്കുന്ന പുതിയ നോംസ് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർ മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം അറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളുണ്ടായി. പിന്നെ തന്നെയുമല്ല, മറ്റ് ജില്ലകളിലൊക്കെ അവിടെ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാര്യം പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഇതിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പങ്കെടുക്കണം എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ജനറൽ കൺവീനർ എന്നുള്ള നിലയിൽ മോൻസ് ജോസഫ് പങ്കെടുക്കണമെന്ന് അഭിപ്രായം ഉണ്ടായി. പിന്നീട് DCC പ്രസിഡന്റ് പങ്കെടുക്കണമെന്നുള്ള അഭിപ്രായം ഉണ്ടായി. അപ്പോൾ പിന്നെ മൊത്തം ഒരു സന്തുലനാവസ്ഥ എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അസീസ് ബെഡായി പങ്കെടുക്കണം, സ്ഥാനാർത്ഥി പങ്കെടുക്കണം. അപ്പൊ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 2 പേര് ഇതിന് നോമിനേഷൻ കൊടുക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മോൻസ് ജോസഫ് പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യും, ജില്ലാ പ്രസിഡന്റ് സജി പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ സജി പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ സജി ഉൾപ്പെടെ വേണ്ട, അത് മോൻസ് MLA തന്നെ പങ്കെടുക്കണം, അതിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അത് കൂടാതെ അതിനുശേഷം റോഡ് ഷോ നടന്നു. പിന്നെ സജി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, റോഡ് ഷോയിലും സജി പങ്കെടുത്തു. അപ്പം എന്തെങ്കിലും ഒരു എതിർപ്പോ മറ്റു കാര്യങ്ങളോ, അപ്പൊ സജിയെ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി നേതൃത്വവും ഒക്കെ UDF നേതൃത്വവും സജിയെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച നടത്തിയുണ്ടായി. അന്നേ ആ സാഹചര്യം, ഈ വർഷം വന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് 4+ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ വന്നപ്പോഴാണ് സജി മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റു ശരി, ഞാൻ അതിന് നേരിട്ടുള്ള മറുപടി എടുക്കട്ടെ സജി മഞ്ഞക്കടമ്പൻ. അതിനു മുമ്പ് നമുക്ക് അധിക സമയമില്ല. ജെയ്സൺ, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവർക്കും പറയാനുണ്ടല്ലോ. നിങ്ങൾ നേരത്തെ എല്ലാവരും പറഞ്ഞോട്ടെ, 1 മിനിറ്റോടെ. ഇവിടെ UDFന്റെ ജില്ലാ ചെയർമാന്റെ കാര്യം പറയുകയുണ്ടായി. UDFന് അതുപോലെ കഴിഞ്ഞ തവണ 2019 കോട്ടയം ലോക്സഭാ മണ്ഡലത്തില് DCC പ്രസിഡന്റായിട്ട് നിൽക്കുന്നത് ജോഷി ഫിലിപ്പാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് നിൽക്കുന്നത് സണ്ണി തക്കേടമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി സാറ്, ഞങ്ങളൊക്കെ ഓർക്കുന്നു, ഉമ്മൻചാണ്ടി സാർ പേര് നിർദ്ദേശിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയർമാൻ ആകട്ടെ, EJ അഗസ്തി സാറ് ജനറൽ കൺവീനർ ആകട്ടെ. അപ്പോൾ സജി പറഞ്ഞത് അത് തെറ്റാണ്. അക്കാര്യത്തിൽ സജിയുടെ മറുപടി എനിക്ക് എടുക്കണം, ദയവായിട്ടുള്ള
Debate with MV Nikesh Kumar.